ഹലോ, ഞാൻ വിധു വിൻസെൻറ്റ്, സംവിധായികയാണ്. സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആദ്യകാല സ്റ്റുഡൻസിൽ ഒരാളായിട്ടാണ് ഞാൻ എന്നെ കരുതുന്നത്. ഈ സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിങ് സംഘടിപ്പിച്ച ഈ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി, ഇന്നത് മൂന്നാം ദിവസമാണ്. സിനിമയുടെ വിവിധ മേഖലകളിൽ എങ്ങനെയാണ് നിർമ്മിത ബുദ്ധി ഇടം കണ്ടെത്തുന്നത്, എന്തൊക്കെ തരത്തിലുള്ള സാധ്യതകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമയോട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ചെയ്യാനുള്ളത് എന്ന തരത്തിലുള്ള ഒരു അന്വേഷണമായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങളായി നമ്മളിവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു സംശയമില്ല, അത് സിനിമ സംവിധാനം ചെയ്യുന്ന ആൾക്കാകട്ടെ, സിനിമ എഴുതുന്ന ആൾക്കാകട്ടെ, സിനിമ ക്യാമറയിലൂടെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാകട്ടെ, സിനിമയുടെ വിഷ്വൽ എഫക്ട്സുമായി ബന്ധപ്പെടുന്ന ആളുകളാകട്ടെ, സിനിമയുടെ മ്യൂസിക് അല്ലെങ്കിൽ സിനിമയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്ന ആളുകളാകട്ടെ, ഇവർക്കൊക്കെ എന്തുകൊണ്ടും പ്രയോജനപ്രദമാകുന്ന അല്ലെങ്കിൽ അവർക്കൊരു മുതൽക്കൂട്ടാകുന്ന, അവരുടെ ഭാവിയിൽ സിനിമയിലേക്കുള്ള ഇടപെടലുകൾക്ക് മുതൽക്കൂട്ടാകുന്ന തരത്തിലാണ് ഈ വർക്ക്ഷോപ്പ് ആസൂത്രണം ചെയ്തിരുന്നത്. തീർച്ചയായും ഇപ്പോൾ നമ്മളിവിടെ സിനിമയുടെ ഒരു ത്രെഡൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ സിനിമ എഴുതുന്നവർക്കറിയാം, അല്ലെങ്കിൽ സ്ഥിരമായി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായിട്ടുള്ള ആളുകൾ, വർക്ക് ചെയ്യുന്ന ആളുകൾക്കറിയാം, പലപ്പോഴും നമ്മുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചിലപ്പം ഒരു ഓപ്പണിംഗ് സീൻ കിട്ടാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും. നമ്മൾ സീനുകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ട്വിസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് സംശയം തോന്നും. അപ്പം ഇത്തരത്തിലുള്ള പല സങ്കീർണതകൾ സിനിമയുമായി ഇടപെടുന്നവർ പലതരത്തിൽ പല കാലങ്ങളിലായി അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ എങ്ങനെയായിരിക്കാം ടെക്നിക്കലി നമുക്ക് എന്താ പറയുക, നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്, എന്ത് തരത്തിലുള്ള ടെക്നിക്കൽ സഹായമാണ് സംബന്ധിച്ച് നമുക്ക് സംശയം തോന്നും. അപ്പം ഇത്തരത്തിലുള്ള പല സങ്കീർണതകൾ സിനിമയുമായി ഇടപെടുന്നവർ പലതരത്തിൽ പല കാലങ്ങളിലായി അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ എങ്ങനെയായിരിക്കാം ടെക്നിക്കലി നമുക്ക് എന്താ പറയുക, നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്, എന്ത് തരത്തിലുള്ള ടെക്നിക്കൽ സഹായമാണ് എയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. കാരണം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആസ് സച്ച് ഒരു ടെക്നിക്കൽ റൈറ്റിംഗ് ആണ്, കഥ എഴുതുന്നത് പോലെ അല്ല സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പം ആ ടെക്നിക്കൽ റൈറ്റിങ്ങിനെ എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഈ റൈറ്റേഴ്സ് ബ്ലോക്കിനെയൊക്കെ ഇത് വിടുവിച്ച് തരുന്നത് എന്ന തരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഒരു പരിശീലനമായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു ഐ ഓപ്പണിങ്, ഒരു എല്ലാ തരത്തിലും നമ്മളെ തന്നെ ഇങ്ങനെ എന്താ പറയുക, അപാരമായ സാധ്യതകളിലേക്ക് തുറന്ന് വിട്ടുകൊണ്ടുള്ള ഒരു ഡിസ്കഷനുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. സോ സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാള സിനിമയിൽ തന്നെ ഒരു ഫ്യൂച്ചർ ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ആധാരശിലയായി മാറാൻ പോകുന്ന ഒരു സെൻറ്റർ ആകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കൂടുതൽ ആളുകൾ, ഒരുപക്ഷെ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, സിനിമയെ സ്വപ്നം കാണുന്ന ആളുകൾ കൂടുതലായി ഇവിടേക്ക് വരണം. എങ്ങനെയാണ് ഒരുപക്ഷെ ഈ സാങ്കേതിക വിദ്യയുമായി നമ്മൾ ഇടപെടേണ്ടതെന്ന് അറിയാനുണ്ട്. സോ ഓൾ ആർ വെൽക്കം. താങ്ക് യു സോ മച്ച്.